പള്ളിയിലച്ഛനായിട്ട് അഭിനയിച്ച് ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തില് അമ്പലവാസിയായി മാറി. അപ്പൊ എന്തായാലും അത് എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ജീവയുടെ മറ്റൊരു സിനിമ ശക്തൻ തമ്പുരാൻ മാർക്കറ്റ്, അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എനിക്ക് മുമ്പേ ബന്ധമുണ്ട്. എന്തായാലും ഈ ഇനിയും എന്ന പേര് ഒരു കാലത്തും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇനിയും നന്നായി അഭിനയിക്കൂ, ഇനിയും നന്നായി പഠിക്കൂ, ഇനിയും ഉയരങ്ങളിലേക്ക് പോട്ടെ, ഇനിയും നമ്മളെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഈ സിനിമ ഒരു വമ്പൻ വിജയമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ട്രെയിലറും പാട്ടും ഒക്കെ കണ്ട് വളരെയധികം സന്തോഷമായി. കാരണം എല്ലാം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പടത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് കാരണം ഇതിൻ്റെ ഡയറക്ടർ ജീവസാർ തന്നെയാണ്. ജീവസാറിൻ്റെ ശക്തൻ മാർക്കറ്റ് എന്ന പടത്തിൽ ഒരു ത്രോട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ ഏറ്റവും പ്രാധാന്യനായ സുധീരേട്ടനെ പരിചയപ്പെട്ടു. സുധീരേട്ടൻ നമ്മളൊരു പ്രൊഡ്യൂസറിനെ പോലെയല്ല ഞങ്ങൾ പെരുമാറുന്നതും ഞങ്ങൾ അങ്ങോട്ടും കൂടെ സംസാരിച്ചിരുന്നതും. കാരണം സ്വന്തം ചേട്ടനെ പോലെ തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ടും കൂടെ ഒക്കെ സംസാരിച്ചിരുന്നതും പെരുമാറുന്നത്. അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണ്. എല്ലാവരോടും നല്ല രീതിയിൽ മാത്രം സംസാരിച്ചിരുന്ന ഒരാളാണ്. എന്തായാലും ഇനിയും എന്ന ഈ സിനിമ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 2025 എല്ലാവർക്കും എത്രത്തോളം നല്ലതായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ 2026 ഇനിയും എന്ന സിനിമയിലൂടെ നമ്മൾ എല്ലാവരും നന്മകൾ മാത്രം വരട്ടെ, നല്ലത് മാത്രം ഉണ്ടാവട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.